നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ചിത്രം തയ്യാറായി കഴിഞ്ഞു. എല്ലാ പാർട്ടികളും വാശിയേറിയ പോരാട്ടത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിലമ്പൂരിൽ ഏത് സ്ഥാനാർത്ഥിയായിരിക്കും ഇത്തവണ വിജയിക്കുക? മുൻ MLA ആയിരുന്ന PV അൻവറിന് അവിടെ മേൽക്കൈ കൊണ്ടുവരാൻ സാധിക്കുമോ? ഇതേപ്പറ്റി നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. വേറെ ആരും ഇല്ലല്ലോ ജയിക്കാൻ. അല്ല, ഇപ്പൊ 3-4 സ്ഥാനാർത്ഥികൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അതിലാരായിരിക്കും വിജയിക്കാൻ സാധ്യതയുള്ളത്? ഭൂരിപക്ഷം ജനങ്ങൾക്കും താല്പര്യമില്ലാത്ത ഗവൺമെന്റാണ് ഇത്. എന്നാലും അവരെ ജയിക്കുള്ളൂ, വേറൊരു ചോയ്സ് ഇല്ല. ഇല്ല. ഇപ്പൊ അൻവർ ഇത്തവണ അവിടെ നിൽക്കുന്നുണ്ടല്ലോ തിരഞ്ഞെടുപ്പില്, അദ്ദേഹത്തിന് LDFന്റെ വോട്ടായിരിക്കോ UDFന്റെ വോട്ടായിരിക്കോ കിട്ടാൻ ചാൻസ് ഉള്ളത്? അവിടെ നിൽക്കുന്ന 4 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കുറച്ച് വോട്ട് കിട്ടുന്ന അൻവറിനായിരിക്കും. അതിനൊരു മാറ്റമില്ല. വിജയിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. വിജയിക്കാനല്ല, കെട്ടിവെച്ച പൈസ കിട്ടൂല. ഇത്തവണ ആരായിരിക്കും നിലമ്പൂരിൽ? കോൺഗ്രസ് തന്നെയാണ്. എന്തുകൊണ്ടാ സാർ അങ്ങനെ പറയുന്നത്? കോൺഗ്രസിനെ അവിടെ സീറ്റ് ഉള്ളൂ, ബാക്കിയൊന്നും ശരിയല്ല. എന്റെ അഭിപ്രായം UDF ആണ്. UDF ആണ്. എന്തുകൊണ്ടാണ് UDF? ഈ മറ്റവരുടെ ഈ റോഡിന്റെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ ചെയ്യുന്നുണ്ടാവും. അത് കാരണം ആളുകൾ ഒരു മാറ്റം ആവശ്യപ്പെടും. അത് 2 തവണ ആയില്ലേ. ഇപ്പൊ PV അൻവർ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് എന്തെങ്കിലും അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മറ്റുള്ളവരെല്ലാം എതിരാണല്ലോ സാർ. ഇപ്പം UDFന്റെ ആയിരിക്കും LDFന്റെ വോട്ടായിരിക്കും അൻവറിന് കിട്ടാൻ സാധ്യതയുള്ളത്? അതിപ്പം പറയാൻ പറ്റില്ല. ആര്യാടൻ ഷൗക്കത്തായിരിക്കും വിജയിക്കാൻ. എന്തുകൊണ്ടാ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നേ? അവരായിരിക്കും. അൻവറിന് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല, ഇപ്പോൾ പറയാൻ പറ്റില്ല. ഒന്നാമത് ത്രികോണ മത്സരവും പിന്നെ പഴയ MLA അവിടെ നിൽക്കുക, ഇതെല്ലാം. അൻവറിന് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ജയിക്കാനുള്ള സാധ്യത എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും കുറെ വോട്ട് പിടിക്കും. LDFന്റെ ആയിരിക്കും UDFന്റെ വോട്ടായിരിക്കും അദ്ദേഹത്തിന് കിട്ടുക? 2 സൈഡിൽ നിന്നും കിട്ടും. അവിടെ മിക്കവാറും പോയി പോകുന്നത് നോക്കിയിട്ട് കോൺഗ്രസ് ആയിരിക്കണം വരണമെന്നുള്ളത്, അല്ലാതെ വേറെ ആരാ വരാൻ മനസ്സിലില്ല. അൻവറിന് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ അൻവറിന് കിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നേരത്തെ ഒരു MLA അല്ലേ, 2 പ്രാവശ്യം MLA ആയിരുന്നില്ലേ. അപ്പോൾ കോൺഗ്രസിനോട് ചാർജ് നിന്നപ്പോഴേക്കും അയാളെ നിർത്തുന്നുള്ളതായിരുന്നില്ല അവിടെ. അപ്പോൾ അത് കിട്ടാൻ വന്നപ്പോൾ പുള്ളി സ്വതന്ത്രനായി ജയിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വോട്ട് അങ്ങോട്ട് മാറും. LDFന്റെ വോട്ട് LDFന് തന്നെ പോകുന്നുണ്ട്. UDFന്റെ വോട്ട് മാത്രമേ, LDFന്റെ വോട്ട് ഒരിക്കലും പാഴായി പോകില്ല. അവർക്ക് തന്നെ കൊടുക്കുകയുള്ളൂ. ലീഗിന്റെ എന്ന് പറയുമ്പോൾ ഇവർ നിൽക്കുന്ന ലീഗിന്റെ ആൾക്കാരല്ലേ, അതുകൊണ്ട് പിന്നെ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവരെല്ലാം സമത്വമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. വലിയ ഭൂരിപക്ഷം അവർക്ക് വരില്ല. പിന്നെ കുറച്ച് BJP പിടിക്കും. കോൺഗ്രസ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഭൂരിപക്ഷം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഇപ്പോൾ ഈ നമ്മൾ ഈ ന്യൂസ് കാണുന്ന രീതി അനുസരിച്ചാണെങ്കിലേ ഭൂരിപക്ഷം പറയാൻ പറ്റത്തില്ല. കാരണം ഈക്വലായിട്ട് നിൽക്കാനേ ഉള്ളൂ. വലിയ ഭൂരിപക്ഷം ഒന്നും ആർക്കും കിട്ടൂല. ഇല്ല. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? മാറ്റം അവിടുത്തെ രീതിയിൽ ആരാണ് പോകുന്നത് നമുക്കറിയില്ല. നമ്മളെ ഇവിടെ തിരുവനന്തപുരത്ത് അറിയില്ലേ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് പറയാം. അവിടെ അവർ മാറ്റം വരുത്താനല്ല അവർ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്നൊരു പറയുന്നത് ഞങ്ങൾ വന്നാൽ ഞാൻ അത് ചെയ്യുമെന്ന് പറയും. കേരളത്തിന്റെ വികസനത്തിൽ ശക്തമായ ഊന്നൽ കൊടുത്തിരിക്കുന്ന LDF തന്നെ അവിടെ അധികാരത്തിൽ വരും. പക്ഷേ ശക്തമായിട്ടൊരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇല്ലല്ലോ. ഉണ്ടല്ലോ. അത് നിങ്ങൾ പറയുന്നതാ, ഞങ്ങൾ പറയത്തില്ല. ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടേ? അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് പറയുന്നത്. ക്ഷേമ പെൻഷൻ കൊടുത്താൽ അതെങ്ങനെ കൈക്കൂലിയാവുന്നേ? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലത് കൈക്കൂലിയാണോ? അത് അതുകൊണ്ട് ജീവിക്കുന്ന എത്രയോ സാധാരണ പാവത്തുകളുണ്ട്. അവർക്കൊരു അഭയമില്ലയോ? എന്തോ ചെയ്താലും അതിനൊരു ന്യൂനതയുണ്ടല്ലോ. എല്ലാം മെറിറ്റിൽ അങ്ങ് കൊണ്ടുപോകാനും പറ്റുമോ? ഇല്ല, അതിനൊരു ന്യൂനതയും കാണും. ഇപ്പം PV അൻവർ മുൻ MLA ആയിരുന്ന അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലും വോട്ട് മറിയാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അദ്ദേഹത്തിനും കുറച്ച് കമ്മ്യൂണലോട്ട് മറിയും. UDFന്റെ ആയിരിക്കും LDFന്റെ വോട്ട് തന്നെ ആയിരിക്കും അത്. അപ്പം അദ്ദേഹം CPMന്റെ ഒരു മുൻ MLA ആയിരുന്നല്ലോ. അപ്പൊ CPMന്റെ വോട്ടുകൾ മറിയാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. CPMന്റെ വോട്ട് ഉറച്ചത് അവിടെ ഇങ്ങനെ കോൺക്രീറ്റ് പോലെ CPMന് തന്നെയായിരിക്കും കിട്ടുക. അപ്പം ഇടതാണ് വിജയിക്കുന്നതെങ്കിൽ M സ്വരാജിലൂടെ അവിടെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും സംസ്ഥാനത്തിന്റെ വികസനം അവിടെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ തിരിച്ച്, UDFന്റെ ഒരു സ്ഥാനാർത്ഥി അയച്ചിട്ട് നീ നിയമസഭയിൽ ചെന്നിട്ട് എന്തോ ചെയ്യാനാ അവിടെ? നത്തിങ്. അയാൾക്ക് അവിടെ കുത്തിയിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ജനങ്ങൾ അത്രയും മണ്ടരാണ്. എന്തെങ്കിലും ചെയ്യാൻ പ്രാപ്തിയുള്ളവരെ ഈ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരെ കൊണ്ടുവന്നാൽ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും.
കോൺഗ്രസ് ജയിച്ചു വന്നാൽ ഒന്നും നടക്കില്ല, അവിടെ ഇരിക്കത്തേ ഉള്ളൂ. LDF ആയിരിക്കും. LDF ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അവരുടെ നല്ല ഭരണമായതുകൊണ്ട്. നല്ല ഭരണമായതുകൊണ്ട്. ഇപ്പൊ PV അൻവർ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് ജയിക്കാനുള്ള എന്തെങ്കിലും ഒരു സ്കോപ്പ് കാണുന്നുണ്ടോ? അദ്ദേഹം നല്ല ഒരു സ്ഥാനാർത്ഥിയാണ്. ആണ്. ആരുടെ ഒരു മുൻതൂക്കം ഇപ്പൊ ആർക്കാണ് തോന്നുന്നത്? തൂക്കം കൂടുതലും BJP-ക്കാണ്. BJP-ക്കാണ്. BJP ജയിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഭരണം നല്ലതാണ്. BJP-ക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ അവിടെ? BJP കുറെ വോട്ട് പിടിക്കും. വോട്ട് പിടിക്കും, ഉറപ്പാണ്. അത് കാരണം ഇവർ ഇങ്ങനെ നിൽക്കുന്നതിന്റെ പേരിൽ കുറച്ച് വോട്ട് അവർ പിടിക്കും. മറ്റുള്ളവരുടെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല, ജയിക്കില്ല. ഞങ്ങൾ BJP-ക്കാരാണെങ്കിലും പറയാണ്, പിടിക്കില്ല, പക്ഷെ കുറച്ച് വോട്ട് പിടിക്കും. വോട്ട് പിടിക്കും. അപ്പോൾ എവിടെയെങ്കിലും ജയിക്കുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ രണ്ടുപേരും ഇടതും വലതും ഒന്നിച്ച് നിൽക്കും. ഒന്നിച്ച് നിന്നിട്ട് അവർ തോൽപ്പിക്കാനേ പറ്റും. നമ്മളെ തിരുവനന്തപുരം തന്നെ നോക്കിയാൽ മതിയല്ലോ. ഉദാഹരണത്തിന് ശശി തരൂർ നിന്ന സമയം ചന്ദ്രശേഖർ ജയിക്കുമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഒന്നായി പിന്നെ മാസ്റ്റർ ജയിച്ചു, ശശി തരൂർ ജയിച്ചു. അങ്ങനെയാണ് എവിടെ ആയിരുന്നാലും അങ്ങനെയാണ്. BJP നന്നാക്കി എടുക്കാൻ ആർക്കും പറ്റില്ല. എല്ലാവരും സ്ഥാനം പിടിക്കുക, അവരെ കാര്യം നേടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സാധാരണപ്പെട്ടതും മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നാട് നന്നാക്കി എടുക്കണമെന്നുള്ള തോന്നൽ ഇവിടെ എന്തായാലും ഉണ്ടായിട്ടില്ല. ഒരു പാർട്ടിക്കാർക്കും ഉണ്ടായിട്ടില്ല. അവരുടെ കാര്യങ്ങൾ, അവരെ കാശം, അവരെ കീശ വളർത്തുക, ഇതൊക്കെ തന്നെയാണ് സാധാരണപ്പെട്ടവനെ പിഴിയുക. വെള്ളം ഇപ്പം എത്ര തീരെ കൊള്ളയടിക്കുന്നു, എന്തെല്ലാം രീതിയിൽ ബാങ്ക് അവിടെ ഇവിടെ കൊള്ളയടിക്കും. എന്തെങ്കിലും പിടിക്കുന്നുണ്ട്, അതാണ് ഇതാണെന്ന് പറയുന്നതേ ഉള്ളൂ. ഒരു മാസം കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു രേഖയും കാണില്ല. പിന്നെ പുതിയ ഏതെങ്കിലും വരുമ്പോൾ ചാനലാർ പിടിച്ചോണ്ട് അത് മാത്രമേ ഉള്ളൂ. അല്ല വേറെ ഒന്നും ഇവിടെ നടക്കില്ല. അതല്ല അതെല്ലാം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഇവിടെ ഏതൊന്നും അല്ല വേറെ ഒന്നും അല്ല. പിന്നെ ഓരോരോ ആൾക്കാർ അവർ ഓരോ സ്ഥലങ്ങളിൽ അവർ ജോലിയായിട്ട് എടുക്കുന്നു. അത് സാധാരണ ഇവിടെ നടക്കുന്ന കാര്യമാണ് പറയാൻ. അത് അവരെ കാര്യം അവർ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യം ഗോവിന്ദ അടിച്ചുകൊണ്ടിരുന്നത്. PV അൻവർ അവിടെ മുൻ MLA ആയിരുന്നല്ലോ, അദ്ദേഹത്തിന് എന്തെങ്കിലും വോട്ട് കൂടുതൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പുള്ളി ഈ പറഞ്ഞ പാർട്ടി സ്വതന്ത്രനായത് മാറി സ്വതന്ത്രനായത് തന്നെ കുറച്ച് വോട്ട് പിടിക്കാൻ വേണ്ടിയാണ്. പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് LDF-ന്റെ ആയിരിക്കോ UDF-ന്റെ വോട്ടുകളായിരിക്കോ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത്? രണ്ടുപേരുടെയും വോട്ട് പിടിക്കാൻ പറ്റും. അതിന് ഉള്ള കാര്യങ്ങൾ ഇനി മേലെ അറിയാൻ പറ്റും. പറയാൻ പറ്റില്ല. അല്ല, എന്നാലും ഇപ്പം തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ കണ്ടിട്ട് ആർക്കായിരിക്കും ഒരു മുൻതൂക്കം ഇപ്പോൾ തോന്നുന്ന? ആർക്കാണ്? ആര്യാടെ ഷൗക്കത്തിനാണ്. ഇപ്പൊ PV അൻവർ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് എന്തെങ്കിലും വോട്ട് മറിയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? കാണത്തില്ല. ഇപ്പൊ UDF-ന്റെ ആയിരിക്കും LDF-ന്റെ സീറ്റ് കൂടുതൽ വോട്ടുകളായിരിക്കും അദ്ദേഹത്തിന് കിട്ടുക? രണ്ടീന്നും കുറച്ച് വോട്ട് കിട്ടും. ഇപ്പോൾ അൻവർ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പം LDF അൻവർ PV അൻവർ നിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തിന് ആരുടെ വോട്ടായിരിക്കും? LDF-ന്റെ വോട്ടായിരിക്കും, UDF-ന്റെ വോട്ടായിരിക്കും? സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവർ കാണുമല്ലോ, അവരുടെ വോട്ട് കിട്ടും. അവരുടെ വോട്ടായിരിക്കും. ലീഗിന്റെ വോട്ടുകൾ മറിയാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. ഒരു മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? മാറ്റം ഉണ്ടാവണം. സാധ്യത എന്ന് പറയുമ്പോഴത്തേക്ക് LDF-ന്റെ ആള് തന്നെയായിരിക്കും. എന്തുകൊണ്ട് അയാൾക്ക് മുൻതൂക്കം കിട്ടുമെന്ന് പറയുന്നത്? നിലമ്പൂരിൽ ഒരു എന്താണ് അവിടെ ഈ കോൺഗ്രസിന് തന്നെ ഇപ്പൊ ഇടയ്ക്ക് വെച്ചൊരു പ്രശ്നം ഉണ്ടായി. അതിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരുടെയും ഒരു 100% ഒരു 96% LDF തന്നെയാണ് ആയിരിക്കും. PV അൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് വോട്ട് മറിയാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? അവിടുത്തെ ആൾക്കാരുടെ വോട്ട് അങ്ങേർക്ക് മറിയും എന്നുള്ള ഉറപ്പാണ്. ഇപ്പം LDF-ന്റെ മുൻ MLA ആയിരുന്നല്ലോ അദ്ദേഹം. അപ്പൊ LDF-ന്റെ ആയിരിക്കോ UDF-ന്റെ ആയിരിക്കോ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുന്നത്? BJP-യുടെ വോട്ടുകളായിരിക്കും പുള്ളിക്കാരന് കിട്ടുന്നത്. BJP സ്ഥാനാർത്ഥി എന്തെങ്കിലും കൂടുതൽ വോട്ട് നേടാനുള്ള ഒരു മൂന്നാം സ്ഥാനം തന്നെ പുള്ളിക്കാരൻ. മൂന്നാം സ്ഥാനം തന്നെയായിരിക്കും. ലീഗ് ഉണ്ടല്ലോ, ലീഗ് ഈ UDF സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ എന്ന് പറയുമ്പോൾ ലീഗിന് കുറെ പ്രാതിനിധ്യമുള്ള സ്ഥലമാണല്ലോ, അതുകൊണ്ട് കുറച്ച് എന്തായാലും ലീഗ് കുറെ വോട്ട് PV അൻവറിന് കുറെ വോട്ട് എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. ഇടതുപക്ഷത്തിനാണ്. ഇപ്പൊ PV അൻവർ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് ആരുടെ വോട്ടായിരിക്കും കിട്ടാനുള്ള സാധ്യതയുള്ളത്? LDF-ന്റെ ആയിരിക്കോ UDF-ന്റെ ആയിരിക്കോ കൂടുതൽ വോട്ട് അദ്ദേഹത്തിന് കിട്ടുക? UDF-ന്റെ വോട്ടായിരിക്കും. നിലമ്പൂരിൽ വിജയിക്കാൻ സാധ്യത സ്വരാജ് ആവാനാണ് സാധ്യത. കാര്യം യുവത്വം ഉള്ളതുകൊണ്ട് പുള്ളിക്കാരനെ ആക്കിയിരിക്കുന്നത്. കാരണം അൻവർ ഇപ്പോൾ ആരും അല്ലാതായിക്കാണ്. അപ്പം സ്വരാജിനോടാണ് ഇപ്പം നമുക്ക് രാഷ്ട്രീയമായിട്ടല്ല ഇപ്പോൾ നിർത്തിക്കുന്ന ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്വരാജ് പുള്ളി നല്ല ചുറുചുറുക്കുള്ള ഒരു സഖാവാണ്.
അദ്ദേഹം വിജയിക്കാൻ വിജയിക്കാനാണ് സാധ്യത. സാധ്യത. പി വി അൻവർ അവിടെ ഒരു മുൻ MLA ആയിരുന്നല്ലോ. ആണോ? അദ്ദേഹത്തിന് ഏത് പാർട്ടിയുടെ വോട്ടായിരിക്കും അറിയാനുള്ള ഒരു സാധ്യതയുള്ളത്? അത് കോൺഗ്രസ്സുകാരുടെ വോട്ട് മറിയാനാണ് സാധ്യതയുള്ളത്. കോൺഗ്രസ്സുകാരുടെ വോട്ട് മറിയാനാണ് സാധ്യത. പക്ഷെ അദ്ദേഹം CPM-ന്റെ മുൻ MLA ആണല്ലോ. അപ്പം CPM-ന്റെ അത് വോട്ടുകൾ പോകത്തില്ല. CPM-ന്റെ വോട്ട് അൻവറിന് പോകില്ല. അൻവറിന് കിട്ടുന്ന വോട്ടുകൾ ഇങ്ങോട്ടേക്ക് മാറി കോൺഗ്രസിലേക്ക് പോകില്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് LDF തന്നെയായിരിക്കും. പക്ഷെ ശക്തമായിട്ടുള്ളൊരു ഭരണവിരുദ്ധ വികാരം നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ നിലനിൽക്കുന്നുണ്ട്. അപ്പം CPM തന്നെ ജയിക്കുമെന്ന് പറയാനായിട്ട് മുഴുവനായിട്ട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. സാധ്യത മാത്രമേ പറയുന്നത്. സാധ്യതയാണ് പറയുന്നത്. അതിൽ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അത്ര ഇതില്ല. എന്നാലും ഒരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ. സ്വരാജ് ആണെന്ന് തോന്നുന്നു. നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ സ്വരാജ്. ഇപ്പൊ പി വി അൻവർ അവിടെ മുൻ MLA ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ വോട്ടുകൾ അട്ടിമറിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, പി വി അൻവർ കഴിഞ്ഞ പ്രാവശ്യവും എത്ര 2000 എത്ര വോട്ടിനല്ലേ ജയിച്ചത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വലിയ പ്രതീക്ഷയില്ലായിരുന്നു, ഇങ്ങനെ ജയിച്ചു. അപ്പോൾ സ്വരാജ് നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ, ചെറുപ്പക്കാരൻ. അപ്പോൾ അദ്ദേഹം വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വരാജിലൂടെ എന്തെങ്കിലും മാറ്റം നിലമ്പൂരിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വരും, ചെറുപ്പക്കാരൊക്കെ വരണം, മുന്നോട്ട് വരണം. എന്നാലേ നാട് മാറ്റമൊക്കെ വരുള്ളൂ, വികസിക്കുകയുള്ളൂ, പുതിയ പുതിയ ഐഡിയ ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് യുവത്വം മുന്നോട്ട് അത് തന്നെ.